ലവ് മാരേജ്. സോ ആരുടെയും കല്യാണക്കാര്യത്തെ പറ്റിയിട്ടല്ല ഞാൻ പറയാൻ വന്നിരിക്കുന്നത്. ഇതൊരു തമിഴ് റൊമാൻറ്റിക് സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ റൊമാൻറ്റിക് പടം പറയുമ്പോൾ പ്രേവലു ഒന്നും പ്രതീക്ഷിക്കരുത്. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ 2-3 ദിവസം മുമ്പാണ് OTT വന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോഴും കുറെ പേര് വന്നിട്ട് ഇത് 1 മാസം മുമ്പ് ഇറങ്ങിയ പടമാണ്, ഇപ്പോഴൊന്നും അല്ല ഇറങ്ങിയത് പറഞ്ഞിട്ട് വരും. അത് ആമസോൺ പ്രൈമിൽ ഔട്ട്സൈഡ് ഇന്ത്യ 2 ഓപ്ഷനിലാണ് വന്നത്. ഇപ്പോഴാണ് എല്ലാവർക്കും കാണാനുള്ള രീതിയിലോട്ട് വന്നത്. അത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയും, അത് ഏറ്റെടുക്കാൻ ഒരു 10,000 പേരുണ്ട്. അക്കത്തിന് തെറിവിളി കേൾക്കുന്നത് എനിക്ക്. സോ പ്ലീസ് ഹാവ് സം കോമൺ സെൻസ് ഇൻസ്റ്റെഡ് ഓഫ് നോൺ സെൻസ് എന്ന് എനിക്ക് പറയാനുള്ളൂ. മാമൻ സിനിമ OTT വന്ന ദിവസം C5 സ്ട്രീമിംഗ് ദിവസം ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു അപരാധമാണ് പറഞ്ഞത്. അപ്പോഴേക്കും വന്നു ഇത് 2 മാസം മുമ്പ് ഇറങ്ങിയ പടമാണ്, ഇപ്പോഴാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പല ഇല്ലീഗൽ OTT പ്ലാറ്റ്ഫോംസിൽ ഇപ്പൊ ഇറങ്ങുന്നത് HD പ്രിന്റ് ആണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് കാണിക്കണം. എല്ലാത്തിനും എന്നെ വന്ന് തെറി വിളിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ മണ്ടത്തരത്തിൽ തെറി കേൾക്കുന്നത് ഞാൻ. സോ ആമസോൺ പ്രൈമിനെ പറ്റിയിട്ട് വാതോരാതെ പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് ഇത് OTT പ്ലാറ്റ്ഫോമാണ്. സോ ബാക്കിയുള്ള എല്ലാ OTT പ്ലാറ്റ്ഫോമിലും സബ്സ്ക്രിപ്ഷൻ മാത്രം എടുത്താൽ മതി സിനിമ ആണ്. സോ ചിലവരുണ്ട് പറയാം, ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ആൻഡ് പല സിനിമ ഇവര് ഇപ്പൊ ഈ രാജ്കുമാർ റാവുന്റെ മാലിക് പറഞ്ഞൊരു പടം വന്നത്, അത് വരെ റെന്റ് ഒരു പടത്തിന് 399 499 കൊടുക്കണം. എന്നാ പിന്നെ തിയേറ്ററിൽ പോയിട്ട് ഉണ്ടാക്കിയാൽ പോരാ, 150 റുപ്യക്ക് കാര്യം കഴിയില്ലേ. ഇത് വീട്ടിലിരുന്ന് സൗകര്യത്തിന് കാണാൻ വേണ്ടിയിരിക്കുമ്പോ അതിന് 500 റുപ്യ ഒരു പടത്തിന്. എലനക്കി പട്ടിയുടെ കിറിനക്കി പട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇപ്പൊ ആമസോൺ പ്രൈം കാണിക്കുന്നത്. ആൻഡ് അതിൽ അഡ്വർടൈസ്മെന്റ് വേറെ, അഡ്വർടൈസ്മെന്റ് ഇല്ലാതാക്കണം വെച്ചാൽ വേറെ പൈസ കൊടുക്കണം. എന്താ നാളെ ഇനി വോളിയം കൂട്ടാനും കുറയ്ക്കാനും കാശ് തരേണ്ടി വരുമോ? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ് കുറച്ച് മാന്യന്മാര്. അടുത്തത് ജിയോ ഹോട്ട്സ്റ്റാർ. സോ ഒന്നും കാണാനില്ലാത്ത സമയത്താണ് ഞാൻ ഈ മറ്റേ ഹാർട്ട് ബീറ്റ് സീരീസ് ഇരുന്ന് കണ്ട്. അത് ഏകദേശം 160 എപ്പിസോഡോളം ഇറങ്ങിയിട്ട് 2 സീസൺ ആയിട്ട് കിടു സീരീസ് ആയിട്ടാ. സമയമുള്ളവർ കണ്ടുനോക്ക്. ഒരു എപ്പിസോഡിൽ 4 വട്ടം സ്കോർ കോണ്ടത്തിന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കും. 150 × 4 600 വട്ടം ഞാൻ ആ സാധനം കാണണം. ഒരു 50 കിലോ മേടിച്ച് വെച്ചാൽ നിന്റെയൊക്കെ പ്രശ്നം തീരുമല്ലോ. അറിയാൻ ചോദിക്കുകയാണ്. എടേ ഇതൊക്കെ ഉപകാരം ഉള്ളവന് അല്ലെങ്കിൽ ആവശ്യമുള്ളവന് കാണിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ബലൂൺ ഊത്ത് നടത്താനാ. സോ ഭയങ്കര വെറുപ്പിക്കലാട്ടോ ഈ 2 OTT പ്ലാറ്റ്ഫോംസ്. ഇപ്പൊ C5 തുടങ്ങിയിട്ടുണ്ട് ഈ തെണ്ടിത്തരം. സോ നമ്മൾ ലവ് മാരേജിനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം കോണ്ടത്തിലാണ് വന്നു പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇത് ഒരു റീമേക്ക് ആണ്. എന്താണ് അശോക വനമലോ അർജുന കല്യാണം പറഞ്ഞിട്ട് വിശ്വക് സെന്നിന്റെ 2022 ഇറങ്ങിയ ഒരു സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആണ് ഈ സിനിമ. ഇതിൽ നമ്മുടെ വിക്രം പ്രഭു, അതേപോലെ തന്നെ 18+ നസ്ലിന്റെ പടത്തില് നായികയായിട്ട് ഒരു കൊച്ചില്ലേ മീനാക്ഷി, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് അതിന്റെ അഴകി നായിക സുസ്മിത ഭട്ട്, ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ വിക്രം പ്രഭു നൈസ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ടോ, നൈസ് ആയിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഒറിജിനൽ കണ്ടിട്ട് വെച്ചാൽ ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല, വെറുതെ എന്തിന് സമയം കളയണം. ഒറിജിനൽ കണ്ടിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അത്യാവശ്യം മോശമൊന്നും അല്ല, നല്ല സിനിമയാണ്. ആവറേജ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്റ്റിൽ എപ്പോഴും ഒറിജിനൽ ആയിരിക്കുമല്ലോ കിടു, ഒറിജിനൽ തന്നെയാണ് കിടു. പക്ഷെ അത് കാണാത്തവരാണെങ്കിൽ ഇത് എന്തായാലും കാണാം. കാരണം അത് എനിക്ക് തോന്നുന്നു തെലുങ്കാണ്, അത് തമിഴിൽ അവൈലബിൾ ആണ്, സുഖമായിരുന്നു കാണാം. സോ മീനാക്ഷി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ സിനിമ മീനാക്ഷിയാണുള്ളത്. സുസ്മിത ഭട്ടിനെക്കാളും സ്ക്രീൻ സ്പേസ് ആ കൊച്ചിനാ. ഓവർ ആക്കിയിട്ടുമില്ല, എന്നാൽ കിടു പെർഫോമൻസ് പറയാനും പറ്റില്ല. ആൾ കറക്റ്റ് മീറ്റർ പിടിച്ചിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സുസ്മിത ഭട്ടിന് ചെറിയൊരു റോളാണ്. സോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആ പടം എനിക്ക് അത്ര വർക്കായിട്ടില്ലെങ്കിലും ആ കൊച്ചു കിടു ആയിരുന്നു. അതിൽ ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും. സോ വേണ്ടവർ കണ്ടുവെക്കുക. ഒരു 10-35 വയസ്സായിട്ട് കല്യാണം നടക്കാത്ത നായകന്റെ കഥ പറയുന്ന സിനിമയാണ്. പല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സീൻസ് പലർക്കും ഉണ്ടാവും. സോ കാണാത്തവരാണെങ്കിൽ കണ്ടുവെക്കുക. വലിയ പ്രതീക്ഷയിലൊന്നും പോകരുത്, കാരണം ഇത് വൻ പടമാണ്, കിടു പടമാണെന്നൊന്നും പറയാനില്ല. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നു ഇതിന്റെ ഒറിജിനൽ വേർഷൻ കാണുമ്പോൾ. സോ ട്രൈ ഇട്ടോ.